ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് ഞാനിവിടെ റെഡിയാക്കി എടുക്കാൻ പോകുന്നത് ഒരു പുഡിംഗ് ആണ് കേട്ടോ. നമ്മുടെ ലോട്ടസിന്റെ ഒക്കെ ബിസ്ക്കറ്റ് വെച്ചിട്ടുള്ള ഒരു പുഡിംഗ് ആണ് റെഡിയാക്കുന്നത്. ഇത് വളരെ ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ ഇത് നമുക്ക് തീ ഒന്നും കത്തിക്കണ്ട, വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാവുന്ന ഒരു പുഡിംഗ് ആണ്. അപ്പൊ നമുക്ക് അതിന്റെ വീഡിയോയിലോട്ട് പോയാലോ. ഇനി നമ്മൾ ആദ്യം തന്നെ വിപ്പിംഗ് ക്രീം ഉണ്ടാക്കുവാണ്. ഞാനിവിടെ വിപ്പിംഗ് ക്രീമായിട്ടല്ല മേടിച്ചത്, അതിന് ഡ്രീം വിപ്പ് എന്ന് പറഞ്ഞൊരു പൗഡറാണ് മേടിച്ചത്. ഇനി നമുക്കത് വിപ്പിംഗ് ക്രീമായിട്ട് റെഡിയാക്കി എടുക്കണം. ഇത് നമുക്ക് ആദ്യം പാത്രത്തിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു പാക്കറ്റ് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുവാണ്. ഇനി ഇതിലേക്ക് കുറച്ച് പാലും കൂടെ ആഡ് ചെയ്ത്, തണുത്ത പാലാണ്, അതും കൂടെ ആഡ് ചെയ്ത് നല്ലതായിട്ട് നമുക്കിനി ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് നല്ല തണുത്ത പാല് കുറച്ച് ചേർത്ത് കൊടുക്കുവാണ്. അതിനുശേഷം ഇനി നല്ലതായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ ഉപയോഗിച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നല്ലതായിട്ട് ഇങ്ങനെ അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ചേർക്കേണ്ടത് ലോട്ടസിൻ്റെ ബിസ്ക്കറ്റല്ലേ നമ്മൾ പുഡിംഗ് ഉണ്ടാക്കുന്നത്. അപ്പം ഈ ലോട്ടസിൻ്റെ സ്പ്രെഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. ആ ഒരു സ്പ്രെഡ് ഞാൻ ഇതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്നുകിൽ നമുക്ക് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് ഓവനിൽ വെച്ചിട്ട് ചൂടാക്കി എടുത്താൽ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഓവനിൽ വെച്ച് നമുക്ക് ചൂടാക്കി വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ലതായിട്ട് മെൽറ്റ് ചെയ്ത് നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പം ഇതും കൂടെ നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കണം. പിന്നെ ചേർത്ത് കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ക്രീം. ഇത് ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതുകൂടി ഇട്ടാൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പം ഈ ഒരു ഫുൾ പാക്കറ്റ് ഞാൻ ഈ ഒരു ഫുൾ ബോട്ടിൽ ഇതുണ്ടല്ലോ ക്യാന്, അത് ഫുള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും ചേർത്ത് കൊടുത്ത് പിന്നെ കുറച്ച് കണ്ടൻസ് മിൽക്ക് കൂടെ, നെസ്ലിയുടെ സ്വീറ്റ് ആൻഡ് കണ്ടൻസ് മിൽക്കില്ലേ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമ്മുടെ മധുരത്തിന് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഈ 3 കാര്യങ്ങളോടെ ചേർത്ത് ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പം ഞാനിപ്പം സ്വല്പം ഒരു നമ്മുടെ സ്പ്രെഡ് ചേർത്ത് കൊടുക്കുകയാണ്. സ്വല്പം ചേർത്ത് കൊടുക്കുന്നുള്ളൂ, ഒത്തിരി ചേർത്ത് കൊടുക്കുന്നില്ല. അതിനുശേഷം ഇത് ഫുള്ളായിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം അതിലേക്ക് കണ്ടൻസ് മിൽക്ക് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള മധുരം അപ്പം ഞാൻ കുറച്ചേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ബാക്കി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ബീറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഇങ്ങനെ ഒന്ന് മിക്സാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിങ് റെഡിയാക്കി എടുക്കാം. മീൻസ് അതിൻ്റെ ഒരു ലെയർ എല്ലാം കൂടെ നമുക്കിനി നിരത്തിയെടുക്കാം. ഇനി ഇതുപോലെ ലോട്ടസിൻ്റെ ബിസ്ക്കറ്റ് എടുത്തിട്ട് പാലിൽ ഇതുപോലെ ഡിപ്പ് ചെയ്യുക കേട്ടോ. പാലിൽ ഡിപ്പ് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ നമുക്കത് ഫുള്ള് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഏറ്റവും ലാസ്റ്റത്തെ ലെയറായിട്ട് നമുക്കിത് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ മുമ്പ് റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ വിപ്പിംഗ് ക്രീമും എല്ലാം കൂടെ മിക്സ് ആക്കിയതില്ലേ, അത് ഇതുപോലെ സെക്കൻഡ് ലെയറായിട്ട് നമ്മളിതുപോലെ അതിൻ്റെ മുകളിൽ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഒരു ലെയർ ഇതുപോലെ റെഡിയാക്കി. ഇനി അടുത്തതും അതുപോലെ തന്നെ നമ്മൾ ബിസ്ക്കറ്റ് ഡിപ്പ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. സെയിം അതേ പാറ്റേണിൽ തന്നെ നമ്മൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ 3ാമത്തെ ലെയർ ബിസ്ക്കറ്റും അതുപോലെ തന്നെ നിരത്തിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ആ സ്പ്രെഡ് ഇതുപോലെ നിരത്തി കൊടുക്കുക കേട്ടോ. അപ്പം എല്ലായിടത്തും അത് ഫില്ലാവണം. ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇത് നല്ലൊരു പുഡിങ്ങാണ് കേട്ടോ. നമുക്ക് കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റുള്ള പുഡിങ്ങാണ്. അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കാവുന്നതാണ്. അതുകൊണ്ട് നമുക്കിതിന് ഒത്തിരി സമയമൊന്നും എടുക്കത്തില്ല. പിന്നൊന്ന് നമ്മൾ ഫ്രീസ് ചെയ്യുന്ന ആ സമയമുള്ളൂ. ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് സെറ്റായി കിട്ടണം. ആ ഒരു സമയം മാത്രമേ ഇതിന് എടുക്കുന്നുള്ളൂ. ഇപ്പോൾ സെക്കൻഡ് ലെയറും ഇതുപോലെ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ലാസ്റ്റ് നമ്മൾ മുമ്പേ മെൽറ്റ് ചെയ്ത് വെച്ച നമ്മുടെ സ്പ്രെഡില്ലേ, ലോട്ടസ് സ്പ്രെഡ്, അതാണ് ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് നമ്മളൊരു ഡെക്കറേഷന് വേണ്ടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഡെക്കറേഷനൊന്നും എനിക്ക് അത്ര വലിയ വശമില്ലാത്തൊരു സംഗതിയാണ് കേട്ടോ. അപ്പോൾ എൻ്റേതായ ഒരു ഐഡിയയിൽ അതിൻ്റെ മുകളിൽ കൂടെ ചുമ്മാ ഞാൻ ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നതേ ഉള്ളൂ. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെയൊക്കെ നല്ലതായിട്ട് ഡിസൈൻ വരയ്ക്കാൻ അറിയാമെങ്കിൽ നല്ലതായിട്ട് നമുക്കത് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ആ ബിസ്ക്കറ്റില്ലേ, ഒരു 2 ബിസ്ക്കറ്റ് കൂടെ അതിലോട്ടൊന്ന് ജസ്റ്റ് കുത്തി വയ്ക്കുന്നേ ഉള്ളൂ. ഇനി ഇതുപോലെ ഒരു ക്ലീൻ ഫിലിം ഉപയോഗിച്ച് നമുക്ക് അത് കവർ ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വയ്ക്കാം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലാണ് വയ്ക്കുന്നത്. താഴത്തെ തട്ടയിൽ നമ്മൾ വെച്ച് ഒരു 5 to 8 hours വെക്കുന്നതാണ് നല്ലത്. അപ്പം
നല്ലതായിട്ട് സെറ്റ് ചെയ്ത് നമുക്ക് കിട്ടും. ഞാനിപ്പോൾ ഇത് വൈകിട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ നാളത്തേക്ക് ഇത് നല്ല സെറ്റായിട്ട് കിട്ടും. ഇപ്പോൾ അത് പിറ്റേന്ന് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ പുഡിങ് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് നോക്കാവേ. ഇനി ഒരു കത്തി ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ അതൊന്ന് കട്ട് ചെയ്യാം. നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ അത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഇതുപോലെ ഒരു സ്ക്വയർ ഷേപ്പിലാണ് അത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ കണ്ടോ നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പുഡിങ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പുഡിങ്ങാണ് കേട്ടോ. നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. അതുപോലെ തന്നെ തീ ഒന്നും കത്തിച്ച് നമ്മൾ മെനക്കെടണ്ട. അങ്ങനെ പല പല ഗുണങ്ങളുള്ള ഒരു പുഡിങ്ങാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ആരെങ്കിലും പുതിയതായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. കണ്ടോ ഭയങ്കര സോഫ്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ സ്പൂൺ കൊണ്ട് അത് വരുന്നുണ്ടല്ലേ. അത്രയും നല്ലൊരു പുഡിങ്ങാണ്. അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും താങ്ക് യു. ബൈ.